ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈലഞ്ച് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശിശിര. ഇന്ന് നമ്മൾ +1 കുട്ടികളുടെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ +1 വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ യൂണിറ്റ് 3 ഏതാണ്? ബിയോണ്ട് ദ ഹൊറൈസൺ. എന്താണ് ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്രവാളം. അപ്പോൾ ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറയുമ്പോൾ എന്താണ്? ചക്രവാളങ്ങൾക്കും അപ്പുറം. അപ്പോൾ ഭൂമി ആകാശവും തമ്മിലുള്ള ആ ഒരു കൂട്ടിമുട്ടുന്ന ബൗണ്ടറിക്കാണ് നമ്മൾ ചക്രവാളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ യുളീസസ് എന്ന ഒരു പോയത്തിൻ്റെ 3 ലൈൻസ് കാണുന്നുണ്ട്. ആ ഒരു ലൈൻസോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. All experience is an ash were through, gleams that untraveled world whose margin fades forever and forever when I move. അപ്പം നമ്മൾ പറഞ്ഞു ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ യുളീസസ് എന്ന ഒരു പോയത്തിലെ ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന്. ഈ യുളീസസ് ആരാണെന്ന് നോക്കാം. ഒഡീസിയസ് എന്ന ഒരു ക്യാരക്ടറിൻ്റെ ലൈഫാണ് ഇദ്ദേഹം യുളീസസ് എന്ന ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. ആരായിരുന്നു ഒഡീസിയസ്? ഇത്താക്ക എന്ന രാജ്യത്തിലെ ഒരു ഗ്രീക്ക് ഹീറോ, അല്ലെങ്കിൽ അവിടുത്തെ ഗ്രീക്ക് രാജാവായിരുന്നു ഒഡീസിയസ് എന്ന് പറയുന്നത്. ഹോമർ എന്ന ഫേമസ് റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഇതിഹാസമായിട്ടുള്ള ഒഡീസിയിൽ ഒഡീസിയസ് എന്ന ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ യാത്ര ചെയ്യാനുള്ള താല്പര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിനെ, ഈ ഒരു എപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസനെ, അത് ഇൻസ്പയർ ആയിട്ടാണ് അദ്ദേഹം യുളീസസ് എന്ന പോയം എഴുതിയിരിക്കുന്നത്. ഇനി താഴെ എബൌട്ട് ദ യൂണിറ്റ് കാണുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ട്രാവൽ ഫോർ യുളീസസ്, ദ സ്പീക്കർ ഓഫ് ടെന്നിസൺസ് പോയം ഈസ് ദ മീൻസ് ടു സാറ്റിസ്ഫൈ ഹിസ് അൺകോഞ്ചബിൾ തേഴ്സ്റ്റ് ഫോർ നോളേജ്. വിത്ത് ഹിസ് അൺഫ്ലിഞ്ചിങ് ഡിറ്റർമിനേഷൻ ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു yield, he intends to go beyond the horizons of knowledge and experience. In the modern world, the amenities of travel have improved and the opportunities of travel have increased tremendously. അപ്പോൾ എന്താണ് പറയുന്നത്? ടെന്നിസൻ്റെ പോയത്തിലെ പ്രധാന ക്യാരക്ടറായിട്ടുള്ള യുളീസസിൻ്റെ യാത്ര ചെയ്യാനുള്ള താല്പര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. യുളീസസിനെ സംബന്ധിച്ചിടത്തോളം യാത്ര എന്ന് പറയുന്നത് എന്താണ്? അറിവിനോടുള്ള ഒരിക്കലും ക്ഷമിക്കാത്ത ദാഹമാണ് യാത്ര എന്ന് പറയുന്നത്. അതായത് അൺകോഞ്ചബിൾ തേഴ്സ്റ്റ്, അതായത് തേഴ്സ്റ്റ് മീൻസ് ദാഹം. അപ്പോൾ ഒരിക്കലും ശമിക്കാത്ത ആ ഒരു ദാഹത്തെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു ലൈനിലൂടെ കാണുന്നത്. നമ്മുടെ ലൈഫിലുള്ള ഓരോ യാത്രയുടെയും ലക്ഷ്യം എന്താണ്? നമുക്ക് പുതിയ പുതിയ കാഴ്ചകൾ കാണാനും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നേടാനും അതുപോലെ തന്നെ പുതിയ പുതിയ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവുകൾ, അതൊക്കെ നമ്മളെ യാത്രകളിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ടായിരിക്കും. With his unflinching determination to strive, to seek, to find and not to yield. യുളീസസിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയുള്ളതായിരുന്നു? അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടമായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ യാത്രകൾ ഒരുപാട് ചെയ്യണമെന്നും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയണമെന്നും പുതിയ പുതിയ നോളേജുകൾ ശേഖരിക്കണമെന്നൊക്കെയായിരുന്നു യുളീസസിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രോങ് ഡിറ്റർമിനേഷൻസ് ഉണ്ടായിരുന്നു. അൺഫ്ലിഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനും അതുപോലെ തന്നെ പല പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ യാത്രകളും നമ്മുടെ പരിശ്രമങ്ങളും ഒക്കെയാണ് നമ്മുടെ വിജയത്തിന് പിന്നിലുണ്ടായിരിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രകളിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് അത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരു ബെനഫിറ്റ് ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ആയിരിക്കരുത് നമ്മൾ ചെയ്യുന്നത്. ടു സ്ട്രൈവ്, നന്നായിട്ട് പരിശ്രമിക്കുക. ടു സീക്ക്, അന്വേഷിക്കുക. ടു ഫൈൻഡ് ആൻഡ് ഫൈനലി കണ്ടെത്തുക. ആൻഡ് നോട്ട് yield, എന്താ പറയുന്നത്? നമുക്ക് കണ്ടെത്താനുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുക. ലാസ്റ്റ് നമ്മളത് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ബെനഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതായത് ഹി ഇൻറ്റൻസ് ടു ഗോ ബിയോണ്ട് ദ ഹൊറൈസൺസ് ഓഫ് നോളേജ് ആൻഡ് എക്സ്പീരിയൻസ്. അദ്ദേഹം എല്ലാ കാര്യത്തിനും പിന്നാലെയും പോകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നിന്നും അദ്ദേഹം നോളേജ് അല്ലാതെ മറ്റൊരു ബെനഫിറ്റും അദ്ദേഹം അതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഓരോ യാത്രകളും തൻ്റെ ആ ഒരു സമയത്തെ പ്ലഷേഴ്സിന് വേണ്ടിയിട്ടാണ്, പുതിയ പുതിയ അറിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മറ്റൊരു ബെനഫിറ്റും അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കിട്ടാവുന്ന പരമാവധി നോളേജ് നമ്മൾ, അല്ലെങ്കിൽ പരമാവധി എക്സ്പീരിയൻസ് നമ്മൾ അതിൽ നിന്ന് ശേഖരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം.
ദ യൂണിറ്റ് ഫോക്കസസ് ഓൺ ട്രാവൽ ആൻഡ് ദ ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ഇറ്റ് പ്രൊവൈഡ്സ്. നമ്മുടെ ഈ ഒരു യൂണിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രാവലും അതുപോലെ തന്നെ ആ ഒരു ട്രാവലിനെ കൊണ്ടുണ്ടാവുന്ന എക്സ്പീരിയൻസുകളാണ്. ഇറ്റ് ടേക്സ് ദ ലേണേഴ്സ് ത്രൂ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ട്രാവൽ സച്ച് എസ് ആൻ അഡോറേഷൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി, എ ക്രേവിംഗ് ഫോർ അഡ്വഞ്ചർ ആൻഡ് ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് ന്യൂ കൾച്ചേഴ്സ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. പിന്നെ ഈ ഒരു യൂണിറ്റിലൂടെ എന്താ പറയുന്നത്, നമ്മുടെ ട്രാവലിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ആൻഡ് അഡോറേഷൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കുന്ന ഒരു തരം വിഭാഗത്തിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ എ ക്രേവിംഗ് ഫോർ അഡ്വഞ്ചർ, അതുപോലെ ക്രേവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിയായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ കൊതി എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആഗ്രഹിക്കുന്ന ആ ഒരു കൂട്ടത്തിനും, അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ ഓഫ് ന്യൂ കൾച്ചേഴ്സ് ആൻഡ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, നമ്മുടെ പുതിയ പുതിയ കൾച്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ കസ്റ്റംസ്, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ട്രഡീഷൻസ് അതിനൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ട്രാവൽസിൻ്റെ. അപ്പോൾ ഈ 3 തരത്തിലുള്ള ട്രാവൽസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ യൂണിറ്റ് 3യിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് നോക്കാനുള്ളത്. ഫസ്റ്റത്തത് ഒരു പോയാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. രണ്ടാമത്തത് എ ട്രിപ്പ് ഓഫ് ലേഹോള, എ ഷോർട്ട് സ്റ്റോറി, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കടവ്, എ ഫീജിയൻ ലെജൻഡ്. ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഐതിഹ്യം. അപ്പോൾ ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കടവ്. അപ്പോൾ 3 കാറ്റഗറിയിലുള്ള ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇനി അടുത്ത് നോക്കുന്നത് പേജ് നമ്പർ 73ലുള്ള ലെറ്റ്സ് ബിഗിൻ. ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ, ഗിവ് എ സ്യൂട്ടബിൾ ക്യാപ്ഷൻ ടു ഇറ്റ്. താഴെ തന്നിരിക്കുന്ന ആ ഒരു പിക്ചർ കണ്ടതിന് ശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ആ ഒരു പിക്ചറിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? ഒരു ട്രോളി പിടിച്ചിട്ട് ഒരാൾ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ബസ് കാണുന്നുണ്ട്, പിന്നെ ഒരു ബീച്ച് സൈഡിൽ ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗവും കാണുന്നുണ്ട് അല്ലേ. ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും, വേറെ എന്തൊക്കെ ഇമേജസ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ കഴിയും? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു ക്യാപ്ഷൻ കണ്ടെത്തിയിട്ട് എഴുതുക. അപ്പോൾ ഞാനൊരു ക്യാപ്ഷൻ പറയാം. എ ഗുഡ് ട്രാവൽ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. ഏറ്റവും നല്ല യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഡാർക്ക്നെസ്സിൽ നിന്ന്, ഇരുടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ആ ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാം ശുഭമായിട്ട് തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഡാർക്ക്നെസ് ടു ലൈറ്റ്. അപ്പോൾ ഇതുപോലെ നല്ല ക്യാപ്ഷൻസ് കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതുക. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വേറൊരു ഭാഗം കാണുന്നുണ്ട്. ട്രാവൽ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് മോഡേൺ ലൈഫ്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ന്യൂ ഹൊറൈസൺസ് ഓഫ് എക്സ്പീരിയൻസ്. ഇമാജിൻ ദാറ്റ് യു ആർ പ്ലാനിങ് ടു എ ടൂർ, എ പ്ലേസ് ഓഫ് ഇമ്പോർട്ടൻസ്. വാട്ട് ആർ യുവർ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് യുവർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ? ലിസ്റ്റ് ദം ബിലോ. അപ്പോൾ ട്രാവൽ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ലൈഫിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട്, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് ട്രാവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ന്യൂ ഹൊറൈസൺസ് ഓഫ് എക്സ്പീരിയൻസ്. ഒരു ട്രാവൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ തരുന്നുണ്ട്. ഇമാജിൻ ദാറ്റ് യു ആർ പ്ലാനിങ് എ ടൂർ ടു എ പ്ലേസ് ഓഫ് ഇമ്പോർട്ടൻസ്. നിങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പോകാനുള്ള ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട്, ആ ഒരു പ്ലേസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വാട്ട് ആർ യുവർ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് യുവർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ? നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്ലേസ് അത് എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, സീനിക് ബ്യൂട്ടി. സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ എന്ന് നമ്മൾ നോക്കുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മളവിടെ നോക്കാൻ പോകുന്നത്? നമ്മളെ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണോ എന്ന് നോക്കാം. പിന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് പോകാൻ സേഫ്റ്റി ഉള്ള സ്ഥലമാണോ അതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സും കൂടെ തയ്യാറാക്കുക. രണ്ടാമത്തത് റീഡ് ആൻഡ് ഡിസ്കസ്. താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആരതാണ്? ഇറ്റ്സ് പീപ്പിൾസ് ആൻഡ് ട്രഡീഷൻസ് ബൈ സി ഗോപാലൻ നായർ. അപ്പോൾ സി ഗോപാലൻ നായരുടെ ഇറ്റ്സ് പീപ്പിൾസ് ആൻഡ് ട്രഡീഷൻസ് എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ നിന്നുള്ള ഒരു പാരഗ്രാഫാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? നമ്മുടെ താമരശ്ശേരി ചുരത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചുരത്തിനെ കുറിച്ചിട്ട് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു ചുരം കണ്ടിട്ടുണ്ടാവും.
കണ്ടിട്ടില്ലെങ്കിലും അത് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചതിന് ശേഷം താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ഒരു പാർട്ട് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യന് താഴെയുള്ള ക്വസ്റ്റ്യനൊന്ന് ആൻസർ ചെയ്താൽ മതി. അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊന്നുണ്ടല്ലോ, അത് നോക്കാം. തിങ്ക് ഓഫ് എ പ്ലേസ് ഇൻ യുവർ ലൊക്കാലിറ്റി വിച്ച് ഈസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് സീനിക് ബ്യൂട്ടി. ഈസ് ഇറ്റ് ആസ് അട്രാക്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ആസ് ദ പ്ലേസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി എബവ് പാസേജ്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വർക്കിൽ? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു സീനിക് ബ്യൂട്ടിയുള്ള ഒരു പ്ലേസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നമ്മൾ കണ്ടു താമരശ്ശേരി ചുരത്തിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. അതുപോലെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ തൊട്ടടുത്തായിട്ടുള്ള ഏതെങ്കിലും പ്രദേശത്തുള്ള ഒരു സീനിക് ബ്യൂട്ടിയെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ നിലമ്പൂരുള്ളതായതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പ്ലേസ് എന്ന് പറയുന്നത് ഒന്ന് കനോലി പ്ലോട്ടാണ്, മറ്റൊന്ന് തേക്ക് മ്യൂസിയമാണ്. അപ്പോൾ നിലമ്പൂരുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ നോക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരിക്കും. അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മൈലാഞ്ച് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്.